സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ ലില്ലി, ഭാഗം 5. കാതറിൻ. ഡോക്ടർ അശോക് സംഗി മാത്യുവിൻ്റെ മമ്മ. ഭൂമി തനിക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നി മെർലിന്. സ്റ്റിൽ ഫ്രെയിമുള്ള ആ ഫോട്ടോ കൈ പൊള്ളിച്ചതുപോലെ അവൾ പെട്ടെന്ന് ടിവിയുടെ മുകളിലേക്ക് വെച്ചു. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ എടുത്ത ഫോട്ടോയാണിത്. 48-ാം വയസ്സിലും എൻ്റെ മമ്മ സുന്ദരിയല്ലേ? അശോക് ചോദിച്ചു. വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന വാക്കുകൾ പോലെയാണ് അവൾ അത് കേട്ടത്. അശോകിന്റെ മമ്മയ്ക്ക് എന്തായിരുന്നു ജോലി? തിരിഞ്ഞ് അയാളുടെ മുഖത്തേക്ക് നോക്കാതെ അവൾ ചോദിച്ചു. നേഴ്സായിരുന്നു. മമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൻ ഡോക്ടറാകണമെന്ന്. മമ്മയുടെ ആഗ്രഹം മകൻ സാധിച്ചു കൊടുത്തു. തീവ്രമായ മനോവേദനയോടെ മെർലിൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നിട്ടും മിഴികളിൽ പൊടിഞ്ഞ കണ്ണീർ കൺപിലികളെ നനച്ച് പുറത്തേക്ക് ഊറി വന്നു. മെർലിൻ, എന്താണെന്നും മിണ്ടാത്തെ? പെട്ടെന്ന് അവൾ നിശബ്ദയായപ്പോൾ പുറംതിരിഞ്ഞു നിന്ന അവളെ അയാൾ ചുമലുകളിൽ പിടിച്ചു തിരിച്ച് അഭിമുഖമായി നിർത്തി. അവളുടെ ഇരുൺകൺകോണുകളിലും മുത്തുകൾ പോലെ തിളങ്ങി നിന്ന കണ്ണീർ തുള്ളികൾ അപ്പോഴാണ് അയാൾ കണ്ടത്. മെർലിൻ, എന്തുപറ്റി? ഉത്കണ്ഠയോടെ അശോക് ചോദിച്ചു. ഒന്നുമില്ല, നത്തിങ്. അല്ല, എന്തോ ഉണ്ട്. പെട്ടെന്നുള്ള ഈ ഭാവമാറ്റം. ടെൽ മീ, വാട്ട് ഹാപ്പൻ ടു യു? അയാൾ വിടാൻ ഭാവമില്ലായിരുന്നു. എൻ്റെ മമ്മി ഓർത്തുപോയി. പെട്ടെന്ന് അവൾ ഒരു നുണ കണ്ടുപിടിച്ചു. നുണയല്ലല്ലോ, അത് സത്യമാണല്ലോ എന്ന് അവൾക്ക് ഓർമ്മ വന്നു. ഐ എം സോറി മെർലിൻ, വ്യസനത്തോടെ അയാൾ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. അവൾ കണ്ണു തുടച്ചു. ഒന്നോർത്താൽ നമ്മൾ തുല്യ ദുഃഖിതരല്ലേ? എനിക്ക് മമ്മയുണ്ട്, പപ്പയില്ല. മെർലിന് ഡാഡിയുണ്ട്, പക്ഷെ മമ്മയില്ല. മൈ മമ്മി ലെഫ്റ്റ് മീ വെൻ ഐ വാസ് 7, അവൾ പറഞ്ഞു. ഒരിക്കൽ മെർലിൻ പറഞ്ഞിരുന്നുവല്ലോ, മമ്മി മരിക്കുമ്പോൾ മെർലിന് 7 വയസ്സായിരുന്നുവെന്നും ബ്ലഡ് ക്യാൻസർ മൂലമാണ് മമ്മി മരിച്ചതെന്നും. ബ്ലഡ് ക്യാൻസർ വന്നാണ് മമ്മി മരിച്ചതെന്ന് നുണയായിരുന്നു എന്ന് ആർക്കും അറിയില്ലല്ലോ. ഒരു കാര്യം കൂടി ഉറപ്പിക്കാനുണ്ടായിരുന്നു അവൾക്ക്. അശോകിന്റെ മമ്മ എവിടെയാ വർക്ക് ചെയ്തിരുന്നത്? നഴ്സിംഗ് പഠിച്ചത് മുംബൈയിലായിരുന്നു. അവിടെ തന്നെ കുറെ നാൾ വർക്ക് ചെയ്തു. പിന്നീട് ബാംഗ്ലൂരിലേക്ക് വന്നു. പിന്നെ അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. മെർലിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അതെ, തെറ്റിയിട്ടില്ല. ഓ, മെർലിൻ ജനിച്ചതും വളർന്നതുമൊക്കെ ബാംഗ്ലൂരിലായിരുന്നല്ലോ. എന്റെ മമ്മയെ അവിടെ വെച്ച് കണ്ടതായി ഓർക്കുന്നുണ്ടോ? തമാശ മട്ടിൽ അശോക് ചോദിച്ചു. ഒരു 7 വയസ്സുകാരി പെൺകുട്ടിയുടെ മനസ്സിൽ നിന്ന് കാലത്തിന് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത മുഖമാണ് ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിലെ ഹെഡ് നഴ്സ് കാതറിൻ അന്ന വില്യംസിന്റേത്. മെർലിൻ ആ ചോദ്യം കേട്ടില്ലെന്ന് നടിച്ചു. ഇനിയൊരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ടതില്ല. ഒരിക്കലും അശോകിന്റെ മുഖം കാണാനും പാടില്ല. കണ്ടാൽ കാതറിൻ സിസ്റ്ററുടെ മുഖവും ഓർമ്മ വരും. നടുക്കുന്ന ഓർമ്മയാണത്. ഒരു കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു മെർലിന്. മമ്മയുടെ കൂടെ അശോകും ബാംഗ്ലൂരിലുണ്ടായിരുന്നോ? ഇല്ല, ഞാനന്ന് കുമ്പളാം പൊയ്കയിലെ പള്ളിവക സ്കൂളിലായിരുന്നു. അതായിരിക്കാം അശോക് അന്നത്തെ സംഭവമൊന്നും അറിയാതെ പോയത്. അന്ന് ബാംഗ്ലൂരിലെ എല്ലാ പത്രങ്ങളിലും ആ വാർത്ത പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നല്ലോ. അതോ അതേക്കുറിച്ച് അറിയാമായിരുന്നിട്ടും അറിഞ്ഞിട്ടില്ലെന്ന് അടിക്കുകയാണോ അശോക്? സ്വന്തം മമ്മി കുറ്റവാളിയാണെന്ന് പറയാൻ ഏതെങ്കിലും മകൻ ആഗ്രഹിക്കുമോ? എല്ലാം മറച്ചുവെക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യൂ. ഐ എം സോറി, ഞാൻ പോകുകയാണ്, മെർലിൻ പെട്ടെന്ന് പറഞ്ഞു. അശോക് ഞെട്ടലോടെ അവളെ നോക്കി. വൈ? ഐ എം നോട്ട് ഫീലിംഗ് വെൽ. കുറച്ചുനേരം ഇരിക്കൂ, റെസ്റ്റ് എടുത്താൽ എല്ലാം ശരിയാകും. ഞാൻ കോഫി ഉണ്ടാക്കാം, അയാൾ പറഞ്ഞു. നോ താങ്ക്സ്. മെർലിൻ വേഗം പുറത്തേക്ക് നടന്നു. ഐ എം റിയലി സോറി മെർലിൻ. വെറുതെ ഒരു ഡ്രൈവിന് പോകാമെന്ന് പറഞ്ഞ് ആശിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് ആദ്യമായി വന്ന ദിവസം സന്തോഷിക്കുന്നതിന് പകരം ഞാൻ കാരണം മെർലിന്റെ മൂഡ് നശിച്ചല്ലോ എന്നോർക്കുമ്പോൾ. അശോക് പിന്നാലെ ചെന്നു. അവൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കാറിൽ കയറി ഓടിച്ചുപോയി. ഒന്നും മനസ്സിലാക്കിയ അശോക് വേദനയോടെ അത് നോക്കി നിന്നു. ആദ്യത്തെ ഹെയർപിൻ വളവ് കഴിയുന്നതുവരെ മെർലിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. ഉച്ചത്തിലൊന്ന് കരഞ്ഞില്ലെങ്കിൽ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് അവൾക്ക് തോന്നി. റോഡിന് വീതി കൂടിയ ഇടം വന്നപ്പോൾ അരികിലേക്ക് ചേർത്ത് കാർ നിർത്തിയിട്ട് സ്റ്റിയറിംഗ് വീലിൽ മുഖമമർത്തിയിരുന്ന് അവൾ കരഞ്ഞു. വലിയൊരു സ്വപ്നമാണ് തകർന്നത്. അശോകിനെ കുറിച്ച് ഇനി ഒരു ആഗ്രഹവും വേണ്ട. കാതറിൻ എന്ന സ്ത്രീയുടെ മകനുമായി ഇനി ഒരു തരത്തിലുള്ള ബന്ധവും പറ്റില്ല. മെർലിൻ പെരുവിങ്കളിലേക്ക് സാവധാനം കാറോടിച്ചു. എന്തിനാണ് ഒരു ഇളങ്കാറ്റ് പോലെ അശോക് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ആ ഇളങ്കാറ്റിൽ എന്തിനാണ് വഴിയോരത്ത് വിടർന്ന ലില്ലിപ്പൂക്കൾ തലയാട്ടി നിന്നത്? പെരുവിങ്കൾ. പോർച്ചിൽ കാർ നിർത്തിയിട്ട് മെർലിൻ പുറത്തേക്കിറങ്ങി. ഗേറ്റ് അടച്ച് ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി. പപ്പയെ അപ്പോൾ കാണാൻ അവൾ ആഗ്രഹിച്ചില്ല. പക്ഷേ
ലിവിംഗ് റൂമിൽ TV കണ്ടുകൊണ്ട് ലോറൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തല തിരിച്ചു നോക്കി. ഇത്ര വേഗം തിരിച്ചു വന്നോ? ആശ്ചര്യത്തോടെ അദ്ദേഹം ചോദിച്ചു. പപ്പയ്ക്ക് മുഖം കൊടുക്കാതെ അവൾ മൂളി. അശോകിനോട് സംസാരിച്ചില്ലേ? ഇല്ല. വൈ? ഏതോ ഗസ്റ്റ് വന്നിട്ടുണ്ട്. നിനക്ക് വിഷമമുണ്ട് അല്ലേ മോളെ? അവളുടെ സ്വരത്തിലെ വ്യത്യാസം മനസ്സിലാക്കി അദ്ദേഹം ചോദിച്ചു. ഏയ് സാരമില്ല. അശോകിനെ വിളിച്ച് ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറയാ. ഐ വിൽ ടോക്ക് ടു ഹിം. നിനക്ക് പറയാൻ ഷൈനസ് അനുവദിച്ചു കാണില്ല. ചിരിച്ചുകൊണ്ടാണ് ലോറൻസ് പറഞ്ഞത്. പാവം പപ്പ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നാണം കാരണം അശോകിനോട് കാര്യം പറയാതെ മടങ്ങിയെന്നാണ് പപ്പയുടെ വിചാരം. വേണ്ട പപ്പ, ആ പ്രപ്പോസൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. പ്ലീസ് ഡോണ്ട് ആസ്ക് മീ ദ റീസൺ. പപ്പ അതേക്കുറിച്ച് ഇനി അശോകിനോട് സംസാരിക്കരുത്. അവൾ സ്വന്തം മുറിയിലേക്ക് പോയി. രണ്ടുപേരും തമ്മിൽ എന്തോ സൗന്ദര്യപ്പിണക്കമുണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഒന്ന് ഊറിച്ചിരിച്ചു. മുറിയിൽ ചെന്ന് ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് മെർലിൻ കിടക്കയിലേക്ക് വീണു. മെർലിൻ പോയി കഴിഞ്ഞപ്പോൾ അസുഖകരമായ ഒരു തരം ശൂന്യതയാണ് അശോകിന് അനുഭവപ്പെട്ടത്. പ്രതീക്ഷകളൊക്കെ ഒരു നിമിഷം കൊണ്ട് നിലംപരിശായി. സുന്ദരി മാത്രമല്ല, ബുദ്ധിമതിയുമാണ് മെർലിൻ. അവളുടെ ഉള്ളിൽ ഒരു കവിഹൃദയമുണ്ട്. മലമുടുക്കുകളിലൂടെ, തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഓറഞ്ച് തോട്ടങ്ങളും കണ്ട് ഒരു യാത്ര. അതാണ് അതില്ലാതായത്. വിരസത അകറ്റാനായി അയാൾ തന്റെ സന്തത സഹചാരിയെ ചെറിയ റേഡിയോ എടുത്ത് FM സ്റ്റേഷനുകൾ ട്യൂൺ ചെയ്ത് നോക്കി. ആദ്യം കിട്ടിയത് ഒരു തമിഴ് സ്റ്റേഷനാണ്. P. സുശീല പാടിയ ഒരു ശോകഗാനം. റേഡിയോ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അയാൾ കണ്ണുകളും അടച്ചിരുന്നു കൊണ്ട് ആ പാട്ട് കേട്ടു. മെർലിന്റെ മുഖമാണ് അപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നത്. അശോക് എഴുന്നേറ്റ് ചെന്ന് മമ്മയുടെ ഫോട്ടോ കയ്യിലെടുത്തു. ഈ നാട്ടിൽ വന്ന ശേഷം മമ്മയുടെ മോന് ആദ്യമായി കിട്ടിയ ഫ്രണ്ടാണ് മെർലിൻ. പാവം പെൺകുട്ടി. എന്തിനാണ് മമ്മ അവളെ സങ്കടപ്പെടുത്തിയത്? അയാൾ ചോദിച്ചു. ഫോട്ടോയിലിരുന്ന് കാതറിൻ പുഞ്ചിരിച്ചു. മെർലിൻ ഒരു തൊട്ടാവാടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയും മനസ്സ് വളരെ ലോലമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വികാരങ്ങൾക്ക് അവർ പെട്ടെന്ന് കീഴ്പ്പെടുമത്രേ. മമ്മയുടെ ഫോട്ടോ കണ്ടപ്പോൾ മരിച്ചുപോയ മമ്മിയുടെ കാര്യം അവൾക്ക് ഓർമ്മ വന്നു. പാവം, അപ്പോൾ തന്നെ തിരിച്ചുപോയി. കരച്ചിൽ വന്നിട്ടാണെന്ന് തോന്നുന്നു. അയാൾ ആ ഫോട്ടോ തിരിച്ച് TV സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ചു. ഞാൻ ഇതുവരെ മെർലിനെ കുറിച്ച് മമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ. അവൾക്ക് പപ്പ മാത്രമേ ഉള്ളൂ. കാണാൻ നല്ല സുന്ദരിയാണ്. സ്കൂൾ ടീച്ചറാണ്. അവൾ എന്റെ നല്ല ഫ്രണ്ടാണ്. ഞങ്ങൾ തമ്മിൽ അതിലപ്പുറം ഒന്നുമില്ല. അർഹതയില്ലാത്തത് ആരും ആഗ്രഹിക്കരുതല്ലോ. പെട്ടെന്ന് അശോകിന്റെ മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങി. അയാൾ ചെന്ന് അതെടുത്തു നോക്കി. മമ്മ കോളിംഗ്. അയാൾക്ക് അത്ഭുതം തോന്നി. ഇവിടെ മമ്മയോട് സംസാരിച്ചു കൊണ്ടിരുന്ന അതേ നേരത്ത് അവിടെ നിന്ന് മമ്മ വിളിക്കുന്നു. ഹലോ മമ്മ. ഇന്ന് സൺഡേ അല്ലേ? ചർച്ചിൽ പോയിട്ട് വന്ന് നീ വിളിക്കാറുള്ളതല്ലേ? എന്നിട്ടെന്താ ഇതുവരെ വിളിക്കാഞ്ഞേ? കാതറിൻ ചോദിച്ചു. ഞാൻ സത്യത്തിൽ മമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓ, ഞാനല്ലാതെ നിനക്ക് വേറെയും മമ്മയുണ്ടോ? അതല്ല, മമ്മയുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. പോടാ കള്ള, നീ ഇന്ന് ചർച്ചിൽ പോയില്ലേ? കാതറിൻ ചോദിച്ചു. ഇല്ല മമ്മി, അയാൾ സത്യം പറഞ്ഞു. അതെന്താ? ഒരു സൺഡേ പോലും കുർബാന മുടക്കരുതെന്ന് മമ്മയുടെ കർശന നിർദ്ദേശമുള്ളതാണ്. ഒരു എമർജൻസി കേസ് വന്നു. ഹോസ്പിറ്റൽ വരെ പോകേണ്ടി വന്നു. അയാൾ നുണ പറഞ്ഞു. മെർലിൻ വരുന്നത് പ്രമാണിച്ച് പള്ളിയിൽ പോയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അശോക്, നീ എന്നാ ഇനി ഇങ്ങോട്ട് വരുന്നേ? ഈ മാസം പറ്റുമെന്ന് തോന്നില്ല. അടുത്ത മാസം ഉറപ്പ്, അയാൾ പറഞ്ഞു. 2 ദിവസം കാണുമോ? നോക്കട്ടെ. നോക്കിയാ പോരാ, അതിനനുസരിച്ച് ലീവ് എടുത്ത് വരണം. ശരി മമ്മ. അല്പനേരം കൂടി സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് അയാൾ കോള് കട്ട് ചെയ്തത്. ഹോസ്പിറ്റലിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും ലീവ് കിട്ടില്ലെന്ന് മമ്മയ്ക്ക് അറിയില്ലല്ലോ. അശോക് വാച്ചിൽ നോക്കി. മെർലിൻ ഇപ്പോൾ പെരുവിങ്കലിൽ എത്തിയിട്ടുണ്ടാവും. ഒന്ന് വിളിച്ചു ചോദിക്കുന്നതാണ് മര്യാദ. അയാൾ അവളുടെ നമ്പർ എടുത്ത് വിളിച്ചു. ബെല്ലടിച്ച് നിന്നതല്ലാതെ അവൾ കോൾ എടുത്തില്ല. അവൾ ഡ്രൈവ് ചെയ്യുകയായിരിക്കും. വീട്ടിലെത്തി കാണില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് അയാൾ വീണ്ടും വിളിച്ചു. അപ്പോഴും അവൾ ഫോൺ എടുത്തില്ല. അശോകിന് സംശയമായി. മെർലിൻ, വൈ ആർ യു സൈലന്റ്? അയാൾ ഒരു മെസ്സേജ് അയച്ചു. രാവേറെ കാത്തിരുന്നിട്ടും അയാൾക്ക് അതിന്റെ മറുപടി കിട്ടിയില്ല. കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അശോകിന് തോന്നി. ഉറക്കം വരാതെ മെർലിൻ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. എവിടെ നിന്നോ മുറിയിലേക്ക് തണുപ്പ് അരിച്ചരിച്ചെത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അവളത് അറിഞ്ഞതേയില്ല. സൈലന്റ് മോഡിലിട്ട മൊബൈൽ ബെഡിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പലവട്ടം അവൾ അശോകിന്റെ മെസ്സേജ് എടുത്തു വായിച്ചു.
ഒരു വാക്കിലോ ഒരു വാചകത്തിലോ മറുപടി പറയാൻ പറ്റാത്ത ചോദ്യമാണിത്. എഴുതിയാൽ പേജുകൾ തന്നെ വേണ്ടിവരും. മമ്മിയുടെ മരണവും അതിനോട് അനുഭവിച്ച സംഭവങ്ങളും കാലക്രമത്തിൽ വിസ്മൃതിയുടെ അടിത്തട്ടിലേക്ക് പോയതാണ്. അതേക്കുറിച്ചൊക്കെ നിർവികാരതയോടെ ഓർക്കാനും കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോ കാതറിൻ അന്ന വില്യംസിന്റെ മകനായിപ്പോയല്ലോ ഡോക്ടർ അശോക് എന്ന സത്യമാണ് അവളെ വേദനിപ്പിക്കുന്നത്. എന്തിനാണ് അയാൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ചിന്തിച്ചുകൊണ്ട് അവൾ എപ്പോഴേ കിടന്നുറങ്ങി. ഉണർന്നപ്പോൾ പതിവ് സമയം കഴിഞ്ഞിരുന്നു. അവൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി സ്കൂളിലേക്ക് പോകാൻ വേഷം ധരിച്ചു. എല്ലാം യാന്ത്രികമായിരുന്നു. നീ ഇന്നലെ ഉറങ്ങിയില്ലേ മോളെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ അവളുടെ കലങ്ങിയ കണ്ണുകളും തടിച്ച കൺപോകളും കണ്ട് ലോറൻസ് ചോദിച്ചു. ഉറങ്ങി പപ്പാ. അവൾ മുഖം കുനിച്ചു. ലോറൻസ് കൂടുതലൊന്നും ചോദിച്ചില്ല. സ്കൂളിൽ ചെന്നിട്ടും അവൾക്ക് ആരോടും സംസാരിക്കാൻ തോന്നിയില്ല. അവൾ പൊതുവെ മൂകയായിരുന്നു. ആരോടെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് അവൾക്ക് തോന്നി. ലഞ്ച് ബ്രേക്കിനാണ് മൊബൈലിൽ ഒരു മെസ്സേജ് വന്നത്. ഏപ്രിൽ ലില്ലി ബോയ്ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ടോ? ഫാദർ ഇമ്മാനുവലിന്റെ മെസ്സേജ്. ഫാദർ, ആർ യു ഫ്രീ നൗ? അവൾ തിരിച്ച് ഒരു മെസ്സേജ് അയച്ചു. യെസ്, ഐ വാണ്ട് ടു ടോക്ക് ടു യു. പ്ലീസ് കം. അവൾ ഫാദർ ഇമ്മാനുവലിന്റെ മുറിയിലേക്ക് ചെന്നു. അത്രയേറെ വിഷാദഭരിതമായ മുഖത്തോടെ മെർലിനെ മുമ്പൊരിക്കലും ഫാദർ കണ്ടിട്ടില്ലായിരുന്നു. അവൾ എതിർവശത്തേയുള്ള കസേരയിലിരുന്നു. മെർലിൻ, എന്താണ് നിന്റെ മനസ്സിനെ അലട്ടുന്നത്? കരുണ നിറഞ്ഞ സ്വരത്തോടെ ഫാദർ ചോദിച്ചു. ഫാദർ, ഐ ലോസ്റ്റ് മൈ ഫ്രണ്ട്, അവൾ പറഞ്ഞു. ഹൗ? അതിനു മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. ടെൽ മീ. മൈ മമ്മി ലെഫ്റ്റ് മീ വെൻ ഐ വാസ് എ കിഡ് 15 years ago. ഓ, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു എന്നാണ് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെയായിരുന്നില്ല. ഷി വാസ് കിൽഡ്. മെർലിൻ? ഫാദർ ഇമ്മാനുവൽ അവളെ നോക്കി. യെസ്, മരുന്ന് കുത്തിവെച്ച്. ജീസസ്! ഫാദർ ഞെട്ടി. കാതറിൻ അന്ന വില്യംസ് എന്ന സ്ത്രീ. ഹൂ ഇസ് ഷീ? ഡോക്ടർ അശോകിന്റെ മമ്മ. ശബ്ദിക്കാനാവാതെ ഫാദർ ഇമ്മാനുവൽ ഇരുന്നു. മെർലിൻ, ഐ ജസ്റ്റ് കാൻ ബിലീവ്. നീ സുബോധത്തോടെയാണോ സംസാരിക്കുന്നത്? ഫാദർ ഇമ്മാനുവൽ അവളെ സംശയത്തോടെ നോക്കി. അതെ ഫാദർ, വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അല്ലേ? എനിക്കും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ബട്ട് ഇറ്റ്സ് ട്രൂ. മെർലിൻ മുഖം കുനിച്ചിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് മുത്തുമണികൾ പോലെ കണ്ണീർ തുള്ളികൾ ഒഴുകി മടിയിൽ വീണു. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ടെൽ മീ. ഞങ്ങൾ അന്ന് ബാംഗ്ലൂരിലായിരുന്നു. പപ്പയും മമ്മിയും ഞാനും. വൈറ്റ്ഫീൽഡിൽ ഒരു വലിയ ബംഗ്ലാവ്. റിച്ച്മണ്ട് ടൗണിൽ പപ്പയ്ക്ക് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. മെർലിൻ ഒരു നിമിഷം ആ ഓർമ്മകളിൽ മുഴുകി. സിറ്റിയിലെ ഏറ്റവും വലിയ സ്കൂളിലാണ് പഠിച്ചത്. വിദേശ നിർമ്മിത കാറിലാണ് സ്കൂളിൽ പോയിരുന്നത്. യൂണിഫോം ധരിച്ച ഷോഫറാണ് കാർ ഓടിച്ചിരുന്നത്. സുന്ദരിയായിരുന്നു മമ്മി റബേക്ക. ഏത് വേഷത്തിലും സിനിമാ താരത്തെ പോലെ. മമ്മി ഒരു രാജകുമാരിയായിരുന്നു. ഫോണെടുത്ത് ഞാൻ പപ്പയെ വിളിച്ചു. എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലാൻ ഷോഫർക്ക് പപ്പ നിർദ്ദേശം കൊടുത്തു. അയാൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പപ്പ കലങ്ങിച്ചുവന്ന കണ്ണുകളോടെ നിൽക്കുന്നുണ്ടായിരുന്നു. മെർലിൻ കണ്ണു തുടയ്ക്കാനായി കൈ ഉയർത്തി. പെട്ടെന്ന് ഫാദർ മേശ തുറന്ന് ടിഷ്യൂ പേപ്പർ എടുത്ത് അവൾക്ക് കൊടുത്തു. പേപ്പർ കൊണ്ട് അവൾ കണ്ണിലെ നനവൊപ്പി. പപ്പയുടെ അപ്പോഴത്തെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഫുൾ സൂട്ടിലായിരുന്നു പപ്പ. നല്ല കളറുമുള്ള സുന്ദരൻ. കരയാതിരിക്കാൻ പപ്പ പാടുപെട്ടു. മുട്ടുകുത്തി നിന്ന് പപ്പ എന്നെ മാറോട് ചേർത്തു. മമ്മി ദൈവത്തിന്റെ അടുത്തേക്ക് പോയി എന്ന് പപ്പ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. മെർലിൻ, കുടിക്കാൻ വെള്ളം വേണോ? ഫാദർ ചോദിച്ചു. വേണ്ടെന്ന് അവൾ തലയാട്ടി. പപ്പ എന്നെ മമ്മിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വെള്ള പെയിന്റ് അടിച്ച ഒരു മുറി, വെള്ള ഷീറ്റ് വിരിച്ച ബെഡ്. വെള്ള ഷീറ്റ് കൊണ്ട് ആരോ കാലം മുതൽ തലവരെ മൂടി പുതപ്പിച്ചിരിക്കുന്നു. തലയിൽ നിന്ന് ഷീൽപ്പിട്ട് അല്പം മാറ്റി. മമ്മിയുടെ മുഖം ഞാൻ കണ്ടു. മമ്മി ഉറങ്ങുകയായിരുന്നു. ഡോക്ടർ അശോകിന്റെ മമ്മ അവിടെ ഉണ്ടായിരുന്നോ? ഫാദർ ചോദിച്ചു. യെസ്, ഇന്റൻസീവ് കെയറിലെ നഴ്സായിരുന്നു. അവർ കൊടുത്ത ഇഞ്ചക്ഷനാണ് മമ്മിയെ. മനഃപൂർവ്വമായിരുന്നോ അതോ മരുന്ന് മാറി? മരുന്ന് മാറിപ്പോയതല്ലെന്നാണ് പപ്പ പറഞ്ഞത്. അവരെ കൊണ്ട് അത് ചെയ്യിച്ചതാണ്. ആര്? സുരീന്ദർ ഷെട്ടി. ഹു ഈസ് ഹി? പപ്പയുടെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. പിന്നെ നമ്പർ 1 എനിമിയായി. ഫാദർ ഇമ്മാനുവൽ ഒന്നും മിണ്ടിയില്ല. പപ്പ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. ആ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവർക്ക് വേണ്ടി വക്കീലിനെ ഏർപ്പെടുത്തിയതും കോടതി ചെലവ് വഹിച്ചതും സുരീന്ദർ ഷെട്ടിയായിരുന്നു. കേസിൽ അവർ ശിക്ഷിക്കപ്പെട്ടില്ല. അപ്പോൾ
അവർ നിരപരാധിയായിരുന്നു എന്നല്ലേ അർത്ഥം? ഫാദർ ചോദിച്ചു. കൊലപാതകിയെ നിരപരാധിയാക്കാൻ സമർത്ഥനായ വക്കീലിന് കഴിയും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഫാദറിന്? കാതറിൻ അന്ന വില്യംസ് എന്ന ആ നേഴ്സ് ഡോക്ടർ അശോകിന്റെ മമ്മിയാണെന്ന് എപ്പോഴാണ് മെർലിൻ അറിഞ്ഞത്? ഇന്നലെ. എങ്ങനെ? ഞാൻ അശോകിനെ കാണാൻ ക്വാർട്ടേഴ്സിൽ ചെന്നു. ഐ സോ ഹെർ ഫോട്ടോഗ്രാഫ്. ഫോട്ടോ കണ്ടപ്പോൾ നിനക്ക് ആളിനെ മനസ്സിലായോ? ഉവ്വ്. കുറെ വർഷം മുമ്പുള്ള ഫോട്ടോയായിരുന്നു അത്. അശോകിനോട് ചോദിച്ച് കൺഫേം ചെയ്തു. ഈ കഥകളൊക്കെ അശോകിന് അറിയാമോ? എനിക്കറിയില്ല. ഞാൻ ആരാണെന്ന് അശോകിനോട് റിവീൽ ചെയ്തില്ല. അശോകിന്റെ മമ്മ ബാംഗ്ലൂരിൽ നഴ്സായിരുന്നു എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. നിനക്കതൊരു ഷോക്കായി അല്ലേ? അതെ ഫാദർ. ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഫാദറിന് ഊഹിക്കാമല്ലോ. മൈ ഹോൾ ഡ്രീംസ് വേർ ഷാറ്റേഡ് വിത്തിൻ സെക്കൻഡ്സ്. എ ക്രൂവൽ ഫേറ്റ്. മെർലിൻ വീണ്ടും കരഞ്ഞു. എത്ര പണം പ്രതിഫലമായി കിട്ടിയാലും ആ സ്ത്രീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നെയും മമ്മിയെയും ഒരുപാട് ഇഷ്ടമായിരുന്നു ആ സ്ത്രീക്ക്. അതുപോലെ അവരെ ഞങ്ങൾക്കും. അശോകിന്റെ മമ്മിയെ നിനക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നോ? ആശ്ചര്യത്തോടെ ഫാദർ ചോദിച്ചു. ഉവ്വ്. പപ്പയുടെ ഫ്രണ്ടായിരുന്ന കാലത്ത് ഷെട്ടിയുടെ ബംഗ്ലാവിലേക്ക് മാസത്തിൽ 2-3 തവണ ഞങ്ങളെ പപ്പ കൊണ്ടുപോകുമായിരുന്നു. ഷെട്ടിയുടെ ഔട്ട് ഹൗസിലാണ് ആ സ്ത്രീ ഹസ്ബൻഡുമൊത്ത് താമസിച്ചിരുന്നത്. ഷെട്ടിയുടെ ഡ്രൈവറായിരുന്നു ഹസ്ബൻഡ്. അവിടെ വെച്ച് അശോകിനെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു മോനുള്ളത് നാട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെട്ടിയുടെ വീട്ടിൽ നടക്കുന്ന പാർട്ടികളിൽ ആ സ്ത്രീയും ഹസ്ബൻഡും സഹായികളായി കാണുമായിരുന്നു. ആ സ്ത്രീ എനിക്ക് പാവകൾ സമ്മാനിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു പപ്പയും ഷെട്ടിയും തമ്മിൽ പിണങ്ങിയത്, ശത്രുക്കളായത്? ഫാദർ ചോദിച്ചു. എനിക്കറിയില്ല ഫാദർ. അതൊന്നും പപ്പ ഡിസ്കസ് ചെയ്തിരുന്നില്ല. 7 വയസ്സുകാരുടെ ലോകത്തിന് അതീതമായിരുന്നു മുതിർന്നവരുടെ പ്രശ്നങ്ങൾ. പെട്ടെന്ന് അടുത്ത ക്ലാസ്സിനുള്ള ബെല്ലടിച്ചു. ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ, വീട്ടിലേക്ക് പൊയ്ക്കോളൂ. താങ്ക് യു ഫാദർ. മെർലിൻ എഴുന്നേറ്റു. ഡ്രൈവ് ചെയ്യുന്നതിനിടെ ഫാദർ ഇമ്മാനുവൽ കുപ്പായക്കൈ അല്പമൊന്ന് പൊന്തിച്ച് വാച്ചിൽ നോക്കി. മണി 9:10. വെയിലുദിച്ചിട്ടില്ല. സൂര്യനെ കാണാനുമില്ല. അന്തരീക്ഷത്തിൽ മൂടൽമഞ്ഞ് മേഘശകലങ്ങൾ പോലെ തങ്ങി നിൽക്കുന്നുണ്ട്. ഹെയർപിൻ വളവുകൾ ഓരോന്നായി കാർ സാവധാനത്തിലിറങ്ങി. മുമ്പ് പലതവണ മെർലിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അതുകാരണം വഴി നല്ല തിട്ടമായിരുന്നു ഫാദറിന്. ഒടുവിൽ മലയഴികൾ കൊണ്ടുണ്ടാക്കിയ ഗേറ്റിന് മുന്നിൽ ചെന്ന് കാർ നിന്നു. പെരുവിങ്കിൾ. മെർലിൻ ഇപ്പോൾ ക്ലാസ്സിലായിരിക്കും. അദ്ദേഹം കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. മുറ്റത്ത് ചെടിച്ചട്ടികളിൽ റോസാ ചെടികൾ നിറയെ പൂക്കളുമായി നിൽക്കുന്നു. മെർലിൻ പൂക്കളുടെ കൂട്ടുകാരിയാണല്ലോ. ഷൂസ് അഴിച്ചു വെച്ചിട്ട് ഫാദർ സിറ്റൗട്ടിലേക്ക് കയറി. വാതിലിന്റെ ഹാൻഡിലിൽ പിടിച്ച് പതിയെ തിരിച്ചു നോക്കി. ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം കോളിംഗ് ബെൽ അടിച്ചു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. പാൻസും ടീഷർട്ടും ധരിച്ച ലോറൻസ് പ്രത്യക്ഷപ്പെട്ടു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ലോറൻസ്. ഫാദറിനെ കണ്ട് ലോറൻസ് അത്ഭുതപ്പെട്ടു. ഗുഡ് മോർണിംഗ് ഫാദർ. ഇറ്റ്സ് എ സർപ്രൈസ്. പ്ലീസ് കം. ഫാദർ മെല്ലെ ലിവിംഗ് റൂമിലേക്ക് കയറി. തണുപ്പകത്തേക്ക് കയറാതിരിക്കാനായി ലോറൻസ് പെട്ടെന്ന് വാതിൽ ചേർത്തടിച്ചു. ഇതുവഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയെന്നേയുള്ളൂ. സുഖം തന്നെയല്ലേ? സിറ്റിയിൽ ഇരുന്നുകൊണ്ട് ഫാദർ ചോദിച്ചു. സുഖമാണെന്ന് പറയാം. നോ സീരിയസ് പ്രോബ്ലംസ്. മെർലിനോട് ഞാൻ പപ്പയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. എനിക്ക് അവളോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ട്. ഷീസ് എ ഗുഡ് ടീച്ചർ, എ സ്മാർട്ട് ഗേൾ വിത്ത് ഫുൾ ഓഫ് എനർജി. മെർലിനെക്കുറിച്ച് ഫാദർ പറഞ്ഞത് കേട്ട് ലോറൻസ് പുഞ്ചിരിയോടെ ഇരുന്നു. അവളെക്കുറിച്ച് ഞാൻ കുറച്ച് വറീഡായിരുന്നു. ബട്ട് നൗ ഐ എം ഹാപ്പി. ഇനി ഞാൻ എത്ര നാൾ? അതിനു മുമ്പ് അവളുടെ മാരേജ്. പക്ഷേ എന്നെ ബുദ്ധിമുട്ടിക്കാതെ അവൾ ഒരു നല്ല ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ചു. ഹു ഇസ് ദാറ്റ് ഗായ്? ഒന്നും അറിയാത്തവനെ പോലെ ഫാദർ ചോദിച്ചു. അശോക്. ഹോളി ക്രോസ് ബേ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അശോകിന് അവളെ ഇഷ്ടമാണെന്നാണ് അവൾ പറയുന്നത്. പക്ഷെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അത് പതിയെ മതി. ഒരു മാരേജ് നടത്തുമ്പോൾ പയ്യനെ മാത്രം കണ്ടാ പോരല്ലോ. ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അറിയണ്ടേ? ഒക്കെ അന്വേഷിച്ചിട്ട് മതി. അത്രയേ ഉള്ളൂ. ആദ്യം അശോകിന്റെ അഭിപ്രായം അറിയണം. പിന്നെ മതിയല്ലോ ബാക്കി കാര്യങ്ങൾ. പപ്പയോടോ മകളോടോ ഞാൻ ഇതുവരെ ചോദിക്കാത്തൊരു കാര്യമുണ്ട്. മെർലിന്റെ മമ്മിയുടെ കാര്യം. എത്ര വർഷം മുമ്പാണ് മെർലിന് മമ്മിയെ നഷ്ടപ്പെട്ടത്? ഫാദർ ചോദിച്ചു. പെട്ടെന്ന് ലോറൻസിന്റെ മുഖത്തെ സന്തോഷം മാഞ്ഞു. ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണിത്. സോറി. ഞാൻ ഖേദത്തോടെ ഫാദർ പറഞ്ഞു. നെവർ മൈൻഡ്. 15 വർഷം മുമ്പാണ്. ഞങ്ങളന്ന് ബാംഗ്ലൂരിലാണ്. മെർലിൻ സ്കൂൾ കുട്ടി. വെറും ഒരു പനി വന്നിട്ടാണ് റബേക്കയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. 2 മണിക്കൂറിനുള്ളിൽ അവൾ മരിച്ചു.
വെറുമൊരു പനിയായിരുന്നിട്ടും. പനി കാരണമല്ല ഫാദർ അവൾ മരിച്ചത്. ഇറ്റ് വാസ് എ കോൾഡ് ബ്ലഡഡ് മർഡർ. വിഷം കുത്തിവെച്ച് കൊല്ലുകയായിരുന്നു എന്റെ റെബേക്കയെ. ലോറൻസിന്റെ സ്വരമിടറി. ആരാണത് ചെയ്തത്? ഹോസ്പിറ്റലിലെ ഒരു നഴ്സ്. അവളെ കൊണ്ടത് ചെയ്യിക്കുകയായിരുന്നു. ആര്? എന്റെ ഒരു ബിസിനസ് റൈവൽ സുരീന്ദർ ഷെട്ടി. ഫാദർ ഇമ്മാനുവൽ ഒരു നിമിഷം നിശബ്ദനായിരുന്നു. മെർലിന്റെ മമ്മിയെ കൊലപ്പെടുത്താൻ മാത്രം ലോറൻസ് എന്തു തെറ്റാണ് ചെയ്തത്? ഷെട്ടിയും ഞാനും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, ബിസിനസ്സിലും ജീവിതത്തിലും. പക്ഷെ ഒരവസരത്തിൽ ഞങ്ങൾക്ക് വേർപിരിയേണ്ടി വന്നു, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ. ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് ഇഷ്ടമില്ലാത്ത ചിലർ അതിന് സഹായിക്കുകയും ചെയ്തു. അതുമാത്രമായിരുന്നോ കാരണം? അല്ല, ഷെട്ടിക്ക് വേറൊരു ഫ്രണ്ടിന്റെ വൈഫുമായി അടുപ്പമുണ്ടായിരുന്നു. ഇക്കാര്യം എനിക്കറിയാമായിരുന്നു. ആ ഫ്രണ്ട് എങ്ങനെയോ അക്കാര്യം അറിഞ്ഞു. അത് വലിയ ഇഷ്യൂ ആയി. ഞാനാണ് ആ രഹസ്യം ഫ്രണ്ടിനോട് പറഞ്ഞതെന്ന് ഷെട്ടി ധരിച്ചു. പക്ഷെ ഞാൻ നിരപരാധിയായിരുന്നു. ഫാദർ ഇമ്മാനുവൽ ഒന്നും മിണ്ടിയില്ല. ഷെട്ടിയുടെ വൈഫ് ഡൈവോഴ്സ് സ്യൂട്ട് ഫയൽ ചെയ്തു. അതയാൾക്ക് വലിയ ക്ഷീണമായി. ആ പകയാണ് അയാൾ റബേക്കയുടെ മേൽ തീർത്തത്. ആ നഴ്സിന് എന്ത് സംഭവിച്ചു? പണത്തിനു മീതെ പരന്തും പറക്കില്ലല്ലോ ഫാദർ. അല്പനേരം കൂടി ഫാദർ ഇമ്മാനുവൽ സംസാരിച്ചിരുന്നു. ലോറൻസ് പറഞ്ഞതൊക്കെ വിശ്വസനീയമായിരുന്നു. പക്ഷെ എവിടെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. ഷെട്ടി എത്ര പണം കൊടുത്താലും ആ നഴ്സ് സ്വന്തം പേഷ്യന്റിനെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തുമോ? പിടിക്കപ്പെടുമെന്ന ഭയം അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലേ? തിരിച്ച് ഏഞ്ചൽ മേരി കോൺവെന്റ് സ്കൂളിലേക്ക് കാറോടിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. അന്ന് 7 മണിയായപ്പോഴാണ് ഡോക്ടർ അശോകിന്റെ ഒ പി ഡ്യൂട്ടി അവസാനിച്ചത്. കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അയാളുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നത്. നോക്കിയപ്പോൾ പരിചയമില്ലാത്തൊരു നമ്പർ. ഡോക്ടർ അശോക്. പുറത്തേക്ക് നടന്നുകൊണ്ട് അയാൾ കോൾ എടുത്തു. ഗുഡ് ഈവനിംഗ് ഡോക്ടർ അശോക്. ഐ ആം ഫാദർ ഇമ്മാനുവൽ, ബൾസാർ ഓഫ് ഏഞ്ചൽ മേരി കോൺവെന്റ് സ്കൂൾ. മെർലിന്റെ സ്കൂളിലെ ബൾസാർ ഫാദർ ഇമ്മാനുവലിനെ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് അശോകിന് ഓർമ്മ വന്നു. പറയൂ ഫാദർ, എനിക്ക് ഡോക്ടർ അശോകിനെ ഒന്ന് കാണണമായിരുന്നു. നാളെ മുതൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ ഫാദർ. 3 ദിവസം കഴിഞ്ഞേ ഇനി ഒ പി ഉള്ളൂ. പക്ഷെ നാളെ ഈവനിംഗ് വന്നാൽ എന്നെ കാണാം. ഐ വാണ്ട് ടു സീ യു ഫോർ എ പേഴ്സണൽ മാറ്റർ. അശോക് ഒന്ന് സംശയിച്ചു. എന്താണ് ഫാദർ? മിസ് മെർലിനെ പരിചയമുണ്ടല്ലോ അശോകിന്. ഉവ്, അവളെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിനാണ്. മെർലിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം. അശോകിന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത ഉയർന്നു. എന്തായിരിക്കും? നാളെ പകൽ ഞാൻ ഫ്രീ ആണ്. എവിടെ വന്ന ഫാദറിനെ കാണാൻ പറ്റും? അയാൾ ചോദിച്ചു. അശോക് എങ്ങോട്ടും വരണ്ട. നാളെ ക്വാർട്ടേഴ്സിലേക്ക് ഞാൻ വന്ന ബുദ്ധിമുട്ടാകുമോ? ഒരിക്കലുമില്ല. യു ആർ വെൽക്കം. ദെൻ എക്സ്പെക്ട് മീ ആഫ്റ്റർ 10:30 in the morning. ദാറ്റ് ഈസ് ഫൈൻ ഫാദർ. അന്ന് രാത്രി അശോകിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മെർലിൻ പറഞ്ഞിട്ടായിരിക്കും ഫാദർ ഇമ്മാനുവൽ കാണാൻ വരുന്നത്. അവൾക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒന്ന് തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതാണ് അവൾ തന്നെ അവോയ്ഡ് ചെയ്യുന്നത്. നാളെ അറിയാം അതിന്റെ കാരണം. പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോൾ മുതൽ ഫാദർ ഇമ്മാനുവലിന്റെ വരവ് പ്രതീക്ഷിച്ച് അശോക് ഇരുന്നു. 10:30 ഫാദർ ഇമ്മാനുവലിന്റെ കാർ ക്വാർട്ടേഴ്സിന്റെ മുറ്റത്ത് വന്ന് നിന്നു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് അശോക്. അവർ കൈപിടിച്ച് കുലുക്കി. നമുക്ക് അകത്തിരിക്കാം, അശോക് ക്ഷണിച്ചു. വേണ്ട, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല കാഴ്ച. നീലമലകളും താഴ്വരകളും മരങ്ങളും. എ സീനിക് ബ്യൂട്ടി. അശോക് 2 കസേര കൊണ്ടുവന്ന് മുറ്റത്തിട്ടു. അവർ അതിലിരുന്നു. ഞാൻ ചില കാര്യങ്ങൾ അറിയാനാണ് വന്നത്. മെർലിനിൽ നിന്നറിഞ്ഞ ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അറിയാൻ. ചോദിക്കൂ എന്ന അർത്ഥത്തിൽ അശോക് അദ്ദേഹത്തെ നോക്കി. ബാംഗ്ലൂരിലുള്ള ഡോൺ ബോസ്കോ എന്ന ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു അശോകിന്റെ മമ്മ. അതെ. അശോക് അന്ന് നാട്ടിലായിരുന്നു. അതെ. ഡോൺ ബോസ്കോയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അശോകിന്റെ മമ്മ ഒരു പേഷ്യന്റിന്റെ മരണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അശോക് പകച്ചു നോക്കി. അറിയില്ല ഫാദർ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മമ്മ എന്നോട് പറയാതിരിക്കുമോ? സംഭവിച്ചിട്ടുണ്ട്. മകൻ വിഷമിക്കുമെന്ന് കരുതി പറയാഞ്ഞതാണെങ്കിലോ? ബാംഗ്ലൂരിലെ അന്നത്തെ പത്രങ്ങളിൽ അതൊരു വാർത്തയായിരുന്നു. 15 വർഷം മുമ്പ്. വിശ്വസിക്കാനാവാതെ അശോക് അദ്ദേഹത്തെ നോക്കി. അശോകിന്റെ മമ്മ പോയിസൺ കുത്തിവെച്ച് 30 വയസ്സുള്ള ഒരു സ്ത്രീയെ കൊന്നു എന്നതായിരുന്നു കേസ്. ഇല്ല ഫാദർ, എന്റെ മമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ആ സ്ത്രീ ആരായിരുന്നു എന്നറിയാമോ അശോകിന്? മെർലിന്റെ മമ്മി റെബേക്ക. ആരോ നെഞ്ചിൽ ആഞ്ഞിടിച്ചതുപോലെ അശോക് ശബ്ദം നിലച്ചിരുന്നു പോയി. ഐ ക്യാൻ ബിലീവ്. എന്റെ മമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഫാദർ. അറിഞ്ഞുകൊണ്ട് ഒരു എറുമ്പിനെ പോലും കൊല്ലില്ല എന്റെ മമ്മ. ഞെട്ടലിൽ നിന്ന് വിമുക്തനായി അശോക് പറഞ്ഞു.
അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. കൈപ്പഴിയാകാനും സാധ്യതയില്ലേ? ഫാദർ ഇമ്മാനുവൽ ചോദിച്ചു. നിസ്സഹായതയോടെ അശോക് മെല്ലെ തലയാട്ടി. ഐ ഡോണ്ട് നോ. നടക്കാൻ പാടില്ലാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊരു അറസ്റ്റും കോടതിയിലെ കേസും ഉണ്ടാവില്ല. മെർലിനും അവളുടെ പപ്പയും സംശയിക്കുന്നതിൽ തെറ്റ് പറയാമോ? അശോക് മുഖമുയർത്തി അദ്ദേഹത്തെ നോക്കി. ഫാദർ എങ്ങനെയാണ് ഇക്കാര്യം അറിഞ്ഞത്? ഇന്നലെ ഞാൻ മെർലിനെ കണ്ടിരുന്നു. എന്റെ മമ്മയാണെന്ന് മെർലിൻ എങ്ങനെ? പെട്ടെന്ന് അയാൾക്ക് എല്ലാം ഓർമ്മ വന്നു. അവൾ ക്വാർട്ടേഴ്സിൽ വന്നപ്പോൾ മമ്മയുടെ ഫോട്ടോ കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന ഉത്സാഹം പെട്ടെന്ന് നഷ്ടപ്പെട്ടതും ഉടൻ തിരിച്ചുപോയതും. മെർലിന് അശോകിന്റെ മമ്മിയെ അറിയാമായിരുന്നു. നല്ല പരിചയമുണ്ടായിരുന്നു. അശോകിന്റെ മമ്മിയാണ് അവളുടെ മമ്മിയുടെ മരണത്തിന് കാരണക്കാരിയെന്ന് അവൾ വിശ്വസിക്കുന്നു. ഞാൻ അറിയുന്ന എന്റെ മമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരുപക്ഷെ മമ്മയ്ക്ക് എന്തോ അബദ്ധം പറ്റിയിട്ട്. എന്തായാലും മെർലിന്റെ മനസ്സിൽ ആഴത്തിൽ മുറിവുണ്ടായിരിക്കുന്നു. അതിനി സുഖപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല അശോക്. എനിക്ക് അതിലേറെ വേദനയുണ്ട് ഫാദർ. അയാളുടെ മുഖം കണ്ടപ്പോൾ ഫാദർ ഇമ്മാനുവലിന് അത് ബോധ്യമായി. അദ്ദേഹം പോകാനായി എഴുന്നേറ്റു. 2 ദിവസമായി എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യത്തിന് ആൻസർ കിട്ടി, അശോക് പറഞ്ഞു. ചോദ്യഭാവത്തിൽ അയാളെ ഫാദർ നോക്കി. എന്റെ ക്വാർട്ടേഴ്സിലേക്ക് വളരെയധികം സന്തോഷത്തോടെ വന്ന മെർലിൻ പെട്ടെന്ന് മടങ്ങിപ്പോയി. പലതവണ വിളിച്ചിട്ടും അവൾ കോൾ എടുത്തില്ല. എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു ഫാദർ. പക്ഷേ ഇപ്പോൾ... അശോക് കുനിഞ്ഞ ശിരസുമായി നിന്നു. ഫാദർ ഇമ്മാനുവൽ അയാളുടെ ചൂളിൽ കല്ല് വെച്ചു. ലുക്ക് അശോക്, ഓരോ സംഭവത്തിനും ഓരോ കാരണമുണ്ട്. കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ അതറിയുന്നില്ലെന്നേയുള്ളൂ. പക്ഷേ അത്യുന്നതങ്ങളിൽ ഇരിക്കുന്ന ഒരാൾ അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. അശോകിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. മെർലിന്റെ മമ്മി ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ വെച്ച് ചികിത്സയിലിരിക്കെ മരിച്ചു എന്നത് സത്യം. അശോകിന്റെ മമ്മ കൊടുത്ത ഇഞ്ചക്ഷനാണ് മരണകാരണമായതെന്ന് പലരും വിശ്വസിക്കുന്നു. അങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകാതെ തരമില്ല. അത് നമുക്കറിയില്ല. ശരിയാണെന്ന മട്ടിൽ അശോക് തലകുലുക്കി. അതിന്റെ കാരണം ഒരാൾക്കേ പറയാൻ കഴിയൂ. ദാറ്റ് ഈസ് നൺ അതർ ദാൻ യുവർ മമ്മ. മമ്മയോട് ഞാൻ ചോദിക്കാൻ പോവാണ് ഫാദർ. എനിക്കിനി ഈ ഭാരം താങ്ങാൻ പറ്റില്ല. എനിക്കറിയണം, 15 വർഷം മുമ്പ് ബാംഗ്ലൂരിലെ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ മെർലിന്റെ മമ്മിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. അശോക് പറഞ്ഞു. ഓക്കെ, ബട്ട് റിമെമ്പർ വൺ തിങ്. എല്ലാം കഴിഞ്ഞിട്ട് 15 വർഷമായി. എല്ലാവരും മറന്നു കഴിഞ്ഞതാണ്. വീണ്ടും മമ്മയെ കൂട്ടിൽ കയറ്റി നിർത്തി അശോക് ചോദ്യം ചെയ്യരുത്, കുറ്റപ്പെടുത്തരുത്. മനസ്സിലായി എന്ന ഭാവത്തോടെ അശോക് നിന്നു. എന്താണ് അന്ന് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. നെവർ അക്യൂസ് ഹർ. മനസ്സിലായില്ലേ? യെസ് ഫാദർ. അദ്ദേഹം കാറിനടുത്തേക്ക് തന്നു. അശോക് ഒപ്പം നടന്നു. ഫാദർ ഇന്ന് മെർലിനെ കാണുമോ? അയാൾ ചോദിച്ചു. യെസ്. എന്തെങ്കിലും പറയണോ? അശോക് ഒന്നും സംശയിച്ചു നിന്നു. ഇല്ല ഫാദർ, ഒന്നും പറയാനില്ല. അദ്ദേഹം കാറിൽ കയറി. വെല്ലുവിളികളും തടസ്സങ്ങളും ജീവിതത്തിന്റെ പല ഘട്ടത്തിലും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. തളർന്നു നിൽക്കരുത്, പിന്തിരിഞ്ഞു പോവുകയും അരുത്. നേരിടണം, മറികടക്കണം. അശോകിന് അതിനുള്ള ശക്തി തരാൻ ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു ഫാദർ, താങ്ക് യു. അദ്ദേഹത്തിന്റെ കാർ പോയി മറയുന്നത് നോക്കി അശോക് നിന്നു. മമ്മ ഇപ്പോൾ എന്തു ചെയ്യുകയാവും? അയാൾ മൊബൈൽ എടുത്ത് നമ്പറിലേക്ക് വിളിച്ചു. മമ്മയുടെ ഫാമിൽ വിവിധതരം പക്ഷികളും മൃഗങ്ങളും ഉള്ളതുകൊണ്ട് നോഹയുടെ പേടകം എന്നാണ് അശോക് കളിയാക്കി വെച്ചിരുന്നത്. ഒരിക്കൽ ലീവിൽ ചെല്ലുമ്പോൾ മതിലിനുമേൽ ഒരു ബോർഡ്, നോഹാസ് ഫാം. പെട്ടെന്ന് ടെലിഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. അയാൾ മൊബൈൽ ചെവിയോട് ചേർത്തു പിടിച്ചു. മമ്മയോട് എന്താണ് ചോദിച്ചു തുടങ്ങേണ്ടത്? മെർലിന്റെ മമ്മി ലെബേക്ക ലോറൻസ് മരിക്കാൻ കാരണം മമ്മിയായിരുന്നു എന്നോ? അതോ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് എന്തിനാണ് മമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നോ? ഹലോ, അത് സ്വീറ്റിയായിരുന്നു. അശോകാണ്, മമ്മയ്ക്കൊന്നു കൊടുക്കൂ, അയാൾ ആവശ്യപ്പെട്ടു. എന്നോടൊന്നും സംസാരിക്കാനില്ലേ അശോകിന്? സ്വീറ്റിയുടെ വാക്കുകളിൽ പരിഭവമോ പിണക്കമോ? എനിക്കൊരു സീരിയസ് മാറ്റർ സംസാരിക്കാനാണ്. മമ്മയ്ക്ക് കൊടുക്കൂ പ്ലീസ്. ഓ സോറി, ആന്റി പുറത്തു പോയിരിക്കുകയാണല്ലോ. അശോക് അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കൂ. ഓക്കെ. ഹോസ്പിറ്റലിൽ നിന്നാണോ? അല്ല, എനിക്കിന്ന് ഓഫാണ്. ഒന്ന് വന്നിട്ട് പൊയ്ക്കൂടെ? മാസം 2 കഴിഞ്ഞു. ഞാൻ പിന്നെ വിളിക്കാം. അയാൾ കോൾ കട്ട് ചെയ്തു. മമ്മയെ കിട്ടാതിരുന്നത് നന്നായി. ഫോണിൽ കൂടി ചോദിച്ചറിയാനുള്ള വിഷയമല്ലിത്. നേരിട്ട് തന്നെ സംസാരിക്കണം, മുഖത്തോട് മുഖം. 6 മാസത്തിലേറെയായി മമ്മയുടെ സഹായിയായി വീട്ടിൽ സ്വീറ്റി എത്തിയിട്ട്.
ഏതാണ്ട് അശോകിന്റെ പ്രായമുണ്ടവൾക്ക്. കന്യാസ്ത്രീയാകാൻ മഠത്തിൽ ചേർന്നതാണ്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് മതിയായി. കുപ്പായം ഒരുക്കളഞ്ഞ് അവൾ ആ വലിയ മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു ചെന്നപ്പോൾ അപമാനിതരായ ബന്ധുക്കൾ സ്വീകരിച്ചില്ല. അകന്ന ബന്ധുവായ മമ്മ അഭയം കൊടുത്തു. നോഹാസ് ഫാമിലെ 3 ജോലിക്കാരെ നിയന്ത്രിച്ച് സ്വീറ്റി ഇപ്പോൾ മമ്മയുടെ അസിസ്റ്റന്റായി കഴിയുന്നു. മൊബൈൽ സെറ്റിയിലേക്ക് വെച്ചിട്ട് അശോക് തളർച്ചയോടെ ഇരുന്നു. വീട്ടിലേക്ക് പോകണം, എല്ലാം അറിയണം. അതിനു മുമ്പ് മെർലിനെ ഒന്ന് കാണണോ, അതോ പോയിട്ട് വന്ന ശേഷം മതിയോ? അല്പം കഴിഞ്ഞപ്പോൾ നോഹാസ് ഫാമിൽ നിന്ന് വിളി വന്നു. നമ്പർ കണ്ടപ്പോൾ മനസ്സിലായി, മമ്മ. ഹലോ. അയാൾ കോൾ എടുത്തു. അശോക്, നീ വിളിച്ചെന്ന് സ്വീറ്റി പറഞ്ഞു. ഞാൻ ടൗണിലൊന്ന് പോയതായിരുന്നു. ചില മെഡിസിൻസ് മേടിക്കണമായിരുന്നു. എനിക്കല്ല, കോഴിക്കും പന്നികൾക്കും. എന്താ മോനെ വിളിച്ചത്? നാളെ ഞാൻ എവിടെ എത്തും. റിയലി? അത്ഭുതമോ സന്തോഷമോ ഒക്കെയുണ്ടായിരുന്നു മമ്മയുടെ സ്വരത്തിൽ. യെസ്. ഇതാണോ സീരിയസ് കാര്യമെന്ന് സ്വീറ്റി പറഞ്ഞത്? നാളെ എപ്പോഴെത്തും നീ? രാവിലെ. ഇവിടെ വന്നിട്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ? നിനക്ക് സുഖമില്ലേ മോനെ? സംശയത്തോടെ കാതറിൻ ചോദിച്ചു. ഐ ആം ഓൾ റൈറ്റ്, അയാൾ പറഞ്ഞു. കാറിലാണ് വരുന്നേ? അതെ. എങ്കിൽ രാത്രി വണ്ടി ഓടിക്കണ്ട, നാളെ രാവിലെ പുറപ്പെട്ടാൽ മതി. ഓക്കെ, ബായ്. ഫോണ് കട്ട് ചെയ്തിട്ട് അശോക് ഒരു നിമിഷം ഇരുന്നു. എന്തിനാണ് നാളെ വരെ കക്കുന്നത്? ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടി എടുക്കാതിരുന്നാൽ മതിയല്ലോ. അയാൾ ബെഡ്റൂമിലേക്ക് ചെന്ന് ബാഗിൽ വസ്ത്രങ്ങൾ എടുത്തു വയ്ക്കാൻ തുടങ്ങി. രാവിലെ ഫസ്റ്റ് പീരിയഡ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ വന്നപ്പോഴാണ് മൊബൈലിൽ ആ മെസ്സേജ് മെർലിൻ കണ്ടത്. ഐ സോ അശോക്. ഹീ നോസ് നത്തിങ്. ഫാദർ ഇമ്മാനുവൽ. ഇമ്മാനുവൽ അച്ഛൻ അശോകിനെ കാണാൻ പോയി. അടുത്ത പീരിയഡ് ക്ലാസ്സില്ല. 50 മിനിറ്റ് ഫ്രീ ആണ്. സ്റ്റാഫ് റൂമിൽ ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുന്നതിലും നല്ലത് വെഴ്സാറിന്റെ മുറിയിലേക്ക് ചെന്ന് ഇമ്മാനുവൽ അച്ഛനെ കാണുന്നതാണ്. എതിർവശത്തെ മേശയുടെ പിന്നിലിരുന്ന് സിസ്റ്റർ എമ്മ അവളുടെ മുഖഭാവം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സിസ്റ്റർ മെല്ലെ എഴുന്നേറ്റ് മെർലിന്റെ അടുത്തേക്ക് ചെന്നു. മെർലിൻ? സിസ്റ്റർ എമ്മയുടെ മൃദുസ്വരം കേട്ട് അവൾ തലയുയർത്തി. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന തീവ്രമായ വേദന സിസ്റ്റർ എമ്മ കണ്ടു. എന്താ സിസ്റ്റർ? എഴുന്നേറ്റുകൊണ്ട് അവൾ ചോദിച്ചു. വാട്ട് ഹാപ്പൻ ടു യു? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. മെർലിന്റെ സ്മാർട്ട്നെസ് എവിടെ പോയി? ഫ്രൈഡേ കണ്ട മെർലിനല്ല, ഇന്ന് വന്ന മെർലിൻ. നുണ പറഞ്ഞാൽ സിസ്റ്റർ എമ്മ വിശ്വസിക്കുകയില്ലെന്ന് മെർലിൻ അറിയാം. സത്യം പറയാനും വയ്യ. ഐ ലോസ്റ്റ് മൈ ഫ്രണ്ട്. ഒടുവിൽ അവൾ പറഞ്ഞു. ഡാഡ്? ഞെട്ടലോടെ സിസ്റ്റർ ചോദിച്ചു. ലോസ്റ്റ് എന്ന വാക്കിന് അങ്ങനെയും അർത്ഥമുണ്ടല്ലോ എന്നവൾ ഓർത്തു. നോ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അപ്രതീക്ഷിതമായി അവസാനിപ്പിക്കേണ്ടി വന്നു. ഇനിയൊരിക്കലും. അവൾ കരഞ്ഞുപോയി. ഏത് ഫ്രണ്ടാണെന്ന് സിസ്റ്റർ ചോദിക്കുമെന്ന് അവൾ വിചാരിച്ചു. പക്ഷേ ആ ചോദ്യം വന്നില്ല. മെർലിൻ, പ്ലീസ് ഡോണ്ട് ബി അപ്സെറ്റ്. ഒക്കെ ദൈവത്തിന്റെ പരീക്ഷണങ്ങളാ. പിടിച്ചു നിൽക്കണം. ഡോണ്ട് ഗിവ് അപ്പ്. മെർലിൻ നിശബ്ദയായി നിന്നതേയുള്ളൂ. അടുത്ത പീരിയഡ് തുടങ്ങാനുള്ള ബെല്ലടിച്ചു. നമുക്ക് പിന്നെ സംസാരിക്കാം, ഞാൻ ക്ലാസ്സിലേക്ക് പോവാണ്. സിസ്റ്റർ എമ്മ പോയി. മെർലിൻ പടി കയറി മുകളിലേക്ക് ചെന്നു. ഫാദർ ഇമ്മാനുവൽ മുറിയിലുണ്ടായിരുന്നു. സിറ്റ് ഡൗൺ മെർലിൻ. അവൾ എതിർവശത്തിരുന്നു. ഇന്നലെ ഞാൻ അശോകിനെ വിളിച്ചിരുന്നു. ഇന്ന് ഫ്രീ ആണെന്നറിഞ്ഞപ്പോൾ രാവിലെ അയാളെ കാണാൻ പോയി. മെർലിൻ ഒന്നും മിണ്ടിയില്ല. കഥകൾ കേട്ട് അശോക് ഞെട്ടി. ഇതേക്കുറിച്ചൊന്നും അയാൾക്കറിയില്ലായിരുന്നു. സത്യമറിയാമായിരുന്നെങ്കിൽ മെർലിനുമായി അയാൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനില്ലല്ലോ. ഫാദർ പറഞ്ഞു. ശരിയായിരിക്കാം, പക്ഷേ സ്വന്തം അമ്മയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ കാര്യം പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ? അശോക് അന്ന് നാട്ടിലായിരുന്നു, സ്കൂൾ കുട്ടി. അവനെ അതൊന്നും അറിയിക്കണ്ട എന്ന് പപ്പയും മമ്മിയും വിചാരിച്ചു കാണും. ഫാദർ വാദിച്ചു. എന്നാലും തെറ്റല്ലാതാകുന്നില്ലല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അശോകിനെ നമ്മൾ കുറ്റം പറയേണ്ടെന്നാ. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇനിയൊരിക്കലും ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുകയില്ല. കണ്ടാൽ എനിക്ക് എൻ്റെ മമ്മിയെയും അശോകിന്റെ മമ്മയെയും ഓർമ്മ വരും, അവൾ പറഞ്ഞു. അപ്പോഴാണ് ഫാദർ ഇമ്മാനുവലിന്റെ മൊബൈലിൽ ഒരു കോള് വന്നത്. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. ഹലോ. അദ്ദേഹം കോൾ എടുത്തു. ഫാദർ, ഞാനാണ് അശോക്. അദ്ദേഹം മുഖം തിരിച്ച് മെർലിനെ ഒന്ന് നോക്കി. എന്താ അശോക്? വിളിക്കുന്നതാരാണെന്ന് അവൾക്ക് മനസ്സിലായി. ഞാനിപ്പോ ഗേറ്റിന് വെളിയിലുണ്ട്. എനിക്ക് മെർലിനെ ഒന്ന് കാണണം. ഫാദർ അതിന് സൗകര്യമുണ്ടാക്കണം. ഓക്കെ, അവിടെ തന്നെ നിൽക്കൂ, ഞാൻ അങ്ങോട്ട് വരാം. ശരി ഫാദർ. അദ്ദേഹം മൊബൈൽ മേശപ്പുറത്തേക്ക് വെച്ചു. അശോക് ഗേറ്റിന് വെളിയിലുണ്ട്. അയാൾക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. ആശങ്കയോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. നോ, എനിക്ക് കാണണ്ട. മെർലിൻ പെട്ടെന്ന് എഴുന്നേറ്റു.
ഒന്ന് കാണുന്നത് എന്തുകൊണ്ടെന്താ? അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാമല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട. അശോകിനോട് ദേഷ്യമോ വെറുപ്പോ ഉള്ളതുകൊണ്ടല്ല. അശോകിന്റെ മമ്മ കാതറിൻ എന്ന സ്ത്രീ ആയതുകൊണ്ടാണ്. അവൾ തിടുക്കത്തിൽ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഫാദർ ഇമ്മാനുവൽ സ്കൂളിൽ നിന്നിറങ്ങി ഗേറ്റ് കടന്ന് പുറത്തേക്ക് ചെന്നു. റോഡ് വക്കിൽ കാർ നിർത്തിയിട്ട് അതിൽ ചാരി അശോക് നിൽക്കുന്നുണ്ടായിരുന്നു. അശോക്. അയാൾ പ്രതീക്ഷയോടെ അദ്ദേഹത്തെ നോക്കി. എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ മെർലിൻ പറഞ്ഞു. അവൾ ക്ലാസ്സിലാണ്. ഇനി 1 മണിക്കൂർ കഴിയാതെ ഫ്രീ ആകത്തില്ല. അശോകിന്റെ മുഖം മങ്ങി. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. മെർലിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഞാൻ പലവട്ടം വിളിച്ചിട്ടും അവൾ അറ്റൻഡ് ചെയ്തില്ല. അതുകൊണ്ടാ ഫാദറിന്റെ സഹായം തേടിയത്. മമ്മയെ കാണാനാണ് പോകുന്നത്? അതെ. എങ്കിൽ പോയി വരൂ. അത് കഴിഞ്ഞ് മെർലിനെ കണ്ടാൽ മതി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവളോട് സംസാരിക്കാൻ കാണുമല്ലോ. ശരിയാണെന്ന് അയാൾക്ക് തോന്നി. എങ്കിൽ ഞാൻ വന്നിട്ട് കാണാം. മമ്മയോട് എനിക്ക് സംസാരിക്കണം. എന്താണ് ഉണ്ടായതെന്ന് അറിയണം. അയാൾ കാറിൽ പോകുന്നത് നോക്കി ഫാദർ ഇമ്മാനുവൽ നിന്നു. അശോക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കാർ നിർത്തിയില്ല. ചായ സമയമായപ്പോഴേക്ക് നോഹാസ് ഫാമിലെത്തി. ടൗണിന്റെ അതിർത്തിയിൽ 4 ഏക്കറോളം വരുന്ന ചുറ്റുമതിലുള്ള ഫാം. ഗേറ്റിനടുത്ത് ഒറ്റനിലയിൽ പണിയിച്ച 4 ബെഡ്റൂമുള്ള വീട്. വീടിനു ചുറ്റും ചെടികൾ. ഫാമിൽ പലതരം പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും നട്ടുവളർത്തിയിരുന്നു. അവയ്ക്കിടയിൽ കോഴികളുടെയും ആടുകളുടെയും പശുക്കളുടെയും പന്നികളുടെയും കൂടുകൾ. സ്വീറ്റിയാണ് വാതിൽ തുറന്നത്. 27 വയസ്സുള്ള സുന്ദരിയായിരുന്നു അവൾ. മഠത്തിൽ നിന്ന് വന്ന മെലിഞ്ഞുണങ്ങിയ പെണ്ണ് വെളുത്തു തൊടുത്ത് ആരോഗ്യവതിയായി കഴിഞ്ഞിരുന്നു. നാളെ വരുമെന്ന് പറഞ്ഞിട്ട്? അവൾ ആശ്ചര്യത്തോടെ അശോകിനെ നോക്കി. മമ്മ എവിടെ? കുളിക്കുന്നു. ചായ എടുക്കട്ടെ? അയാൾ സ്വന്തം മുറിയിലേക്ക് നടന്നു. അശോക് വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ റൂം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നിൽ നിന്ന് സ്വീറ്റി പറഞ്ഞു. പറഞ്ഞത് ശരിയാണെന്ന് വാതിൽ തുറന്നപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി. പുതിയ കിടക്കവിരി, തലയണക്കവർ, മേശപ്പുറത്ത് അടുക്കി വെച്ച പുസ്തകങ്ങൾ. അശോക് വേഷം മാറി മുണ്ടും ഷർട്ടും ധരിച്ചു. അപ്പോഴേക്ക് ചായയുമായി കാതറിൻ വന്നു. നീ വന്നെന്ന് സ്വീറ്റി പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല അശോക്. അയാൾ ചായ വാങ്ങി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ചെന്ന് വാതിലടിച്ച് ബോൾട്ടിട്ടു. ഞാനിപ്പോ വന്നത് ഒരു കാര്യം അറിയാനാ. മമ്മ ഒന്നും മറച്ചു വെക്കാതെ എന്നോട് തുറന്നു പറയണം. അയാളുടെ മുഖത്തേക്ക് കാതറിൻ പകച്ചു നോക്കി. എന്താണ് അശോക്? പണ്ട് ഡോൺ ബോസ്കോയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് മമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കാതറിൻ ഒന്ന് ഞെട്ടി. ഉണ്ടോ? പറ, അയാൾ ആവശ്യപ്പെട്ടു. ഉണ്ട്. ദുർബലമായ സ്വരമായി അത്. മമ്മി നൽകിയ ഇഞ്ചക്ഷൻ കാരണമാണോ ആ സ്ത്രീ മരിച്ചത്? അതെ. അശോക് ഞെട്ടി. കാതറിന്റെ തല മെല്ലെ കുനിഞ്ഞു. മമ്മ. തീവ്രമായ ഹൃദയവേദനയോടെ അശോക് വിളിച്ചു. കാതറിൻ മെല്ലെ തലയുയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ കൈകളെടുത്ത് അവരുടെ ഇരുചുമരുകളിലും വെച്ചു. മമ്മ അറിഞ്ഞുകൊണ്ടാണെന്ന് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പറ മമ്മ, എന്താണെന്ന് സംഭവിച്ചത്? മറ്റാരോ ചെയ്ത കുറ്റം മമ്മ ഏറ്റെടുക്കുകയായിരുന്നോ? അതോ മമ്മയ്ക്ക് പറ്റിയ അബദ്ധമായിരുന്നോ? മമ്മയുടെ ജീവിതത്തിൽ ഒരേയൊരു തെറ്റേ മമ്മ ചെയ്തിട്ടുള്ളൂ. ഈ സംഭവം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്ന തെറ്റ്. വേറൊന്നും നിന്റെ മമ്മ ചെയ്തിട്ടില്ല മോനെ. അശോക് ആശ്വാസത്തോടെ കാതറിന്റെ ചുമലിൽ മുഖമമർത്തി. 2 കൈകളും കൊണ്ട് അവർ അയാളെ കെട്ടിപ്പിടിച്ച് തഴുകി. ഒരു വലിയ ഭാരം എന്റെ മനസ്സിൽ നിന്നൊഴിഞ്ഞുപോയി. എനിക്ക് സമാധാനമായി. മമ്മ ഒരു ക്രിമിനൽ അല്ലല്ലോ. അത് കേട്ടാൽ മാത്രം മതി എനിക്ക്. അതുകൊണ്ടായിരിക്കുമല്ലോ മമ്മയെ കോടതി വെറുതെ വിട്ടത്. അതേ മോനെ, മമ്മ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യമായി. ദൈവത്തിന്റെ മുന്നിലും ഞാൻ നിരപരാധിയാണ്. പക്ഷേ ആ സംഭവത്തോടെ ഞാൻ നഴ്സിന്റെ ജോലി ഉപേക്ഷിച്ചു. അശോക് മമ്മയെ കസേരയിലേക്ക് ഇരുത്തി. വേറൊരു കസേര നീക്കിയിട്ട് അയാളും ഇരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയണ്ടേ? കാതറിൻ ചോദിച്ചു. അറിയണമെന്നുണ്ട്. പക്ഷേ അസുഖകരമായ ആ സംഭവങ്ങളിലേക്ക് മമ്മയുടെ ഓർമ്മകളെ വീണ്ടും കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അശോക് പറഞ്ഞു. ഞാൻ പറയാം മോനെ. ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചതും നീ അറിയണം. അല്ലെങ്കിൽ സംശയത്തിന്റെ ഒരു നേരിയ നിഴലെങ്കിലും നിന്റെ മനസ്സിൽ മായാതെ കിടക്കും. ഇല്ല മമ്മ. നിന്റെ ഡാഡിയുടെ ബോസ് സുരേന്ദ്ര ഷെട്ടിയുടെ ഫാമിലി ഫ്രണ്ടും ബിസിനസ് പാർട്ണറുമായിരുന്നു മിസ്റ്റർ ലോറൻസ്. അദ്ദേഹത്തിന്റെ വൈഫാണ് അന്ന് മരിച്ച റബേക്ക. സുന്ദരിയായ ഒരു സ്ത്രീ.
അതിലും സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു അവർക്ക്, 7 വയസ്സുകാരിയായ മെർലിൻ. അശോക് നിശബ്ദനായി കാതറിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. 3 പേരെയും എനിക്ക് നന്നായി അറിയാമായിരുന്നു, പരിചയക്കാരായിരുന്നു. എന്നിട്ടും കാതറിൻ ഒന്ന് നിർത്തി. മമ്മ, റിലാക്സ്. വേറെ എപ്പോഴെങ്കിലും നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോ വേണ്ട. സാരമില്ല അശോക്, ഞാനന്ന് എല്ലാം പറയാം. ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിലെ ഹെഡ് നഴ്സാണ് അന്ന് ഞാൻ. പനിയായിരുന്നു റബേക്കയ്ക്ക്. അത് മൂർച്ഛിച്ച് ന്യൂമോണിയ ആയപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത്. ആ സമയത്ത് മമ്മ ഡ്യൂട്ടിയിലില്ലായിരുന്നു. കാതറിന്റെ കണ്ണുകൾ വിദൂരതയിലായിരുന്നു. ഭൂതകാലത്തിന്റെ കാഴ്ച കാണുകയായിരുന്നു അവരുടെ കണ്ണുകൾ. അന്നത്തെ പ്രധാനപ്പെട്ട ആന്റിബയോട്ടിക് പെൻസിലിൻ ഇഞ്ചക്ഷൻ ആയിരുന്നല്ലോ. 2 മണിക്കൂർ ഇടവിട്ട് അത് കൊടുക്കാനാണ് കേസ് ഷീറ്റിൽ ഡോക്ടർ റാവു എഴുതിയിട്ടിരുന്നത്. ആദ്യത്തെ ഡോസ് കൊടുത്തത് അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുലോചന നഴ്സാണ്. ടെസ്റ്റ് ചെയ്തിട്ടല്ലേ? ചെയ്ത് കാണണം. 2 മണിക്ക് ഞാൻ ഡ്യൂട്ടിക്ക് കയറി. അപ്പോഴേക്ക് അടുത്ത ഡോസ് കൊടുക്കേണ്ട സമയമായിരുന്നു. ഞാനത് കൊടുത്തു. പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടായി. റബേക്കയുടെ ശ്വാസകോശങ്ങൾ ചുരുങ്ങിപ്പോയി. പ്രാണവായു കിട്ടാതെ അവർ പിടഞ്ഞു. ആൻജിയോ ന്യൂറോട്ടിക് എഡീമ. അശോക് മെല്ലെ തലകുലുക്കി. സത്യമാണ് മമ്മ പറയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. റിയാക്ഷൻ കാരണമാണ് മെർലിന്റെ മമ്മി മരിച്ചത്. മമ്മിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. 2ാമത്തെ ഡോസ് കൊടുക്കാൻ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ലായിരുന്നു. പക്ഷേ മമ്മയുടെ നേർക്കാണ് ലോറൻസ് വിരല് ചൂടിയത്. അതിന് അദ്ദേഹത്തിന് ന്യായങ്ങളുണ്ടായിരുന്നു. ഡാഡിയുടെ ബോസ് സുരീന്ദർ ഷെട്ടിയും ലോറൻസും ശത്രുക്കളായിരുന്നു. ഷെട്ടി എന്നെ സ്വാധീനിച്ച് റബേക്കയെ വകവരുത്തിയതാണെന്നായിരുന്നു ലോറൻസിന്റെ സംശയം. അങ്ങനെ സംശയിച്ചതിൽ തെറ്റു പറയാനും പറ്റില്ലല്ലോ മമ്മ, അശോക് പറഞ്ഞു. അതെ, പക്ഷേ ഒരു എക്സ്പേർട്ട് മെഡിക്കൽ ബോർഡിന്റെ അഭിപ്രായം കോടതി ആരാഞ്ഞു. ഞാൻ തെറ്റുകാരിയല്ലെന്നാണ് അവർ പറഞ്ഞത്. കോടതി അത് വിശ്വസിച്ചു. കാതറിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എന്റെ മമ്മ ഒരിക്കലും അങ്ങനെയൊരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നേരിട്ട് ചോദിച്ച് അതുറപ്പിക്കണമായിരുന്നു. അതിനാണ് ഞാൻ ഇപ്പോൾ വന്നത്. അശോക്, 15 വർഷം മുമ്പ് നടന്ന സംഭവം ഇപ്പോ നീ എങ്ങനെ അറിഞ്ഞു? ആകാംക്ഷയോടെ കാതറിൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. പറയാം. അയാൾ എഴുന്നേറ്റ് ചെന്ന് ട്രാവൽ ബാഗ് തുറന്ന് ഏഞ്ചൽ കോൺവെന്റ് സ്കൂളിന്റെ മാഗസിൻ എടുത്തു. അതിൽ മെർലിൻ എഴുതിയ ഏപ്രിൽ ലില്ലി എടുത്ത് അവളുടെ ഫോട്ടോ കാതറിനെ കാണിച്ചു. ഈ മുഖം മമ്മയ്ക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇത് മെർലിനാണോ? പെട്ടെന്നവർ അവളെ തിരിച്ചറിഞ്ഞു. അതെ മമ്മ, മെർലിൻ അവിടെ ഒരു സ്കൂളിലെ ടീച്ചറാണ്. അവളുടെ പപ്പ എന്റെ പേഷ്യന്റും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയമായി. അവളിൽ നിന്നാണ് അവളുടെ മമ്മിയുടെ മരണത്തെപ്പറ്റി ഞാൻ അറിഞ്ഞത്. ഉണ്ടായ സംഭവങ്ങൾ ഒന്നുപോലും വിടാതെ അയാൾ കാതറിനെ പറഞ്ഞു കേൾപ്പിച്ചു. കാതറിൻ സ്തബ്ധയായി. മമ്മിയെ കൊന്നത് ഞാനാണെന്ന് മെർലിൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അല്ലേ? അതേ എന്നർത്ഥത്തിൽ അശോക് മെല്ലെ തലകുലുക്കി. നിന്നോടവൾക്ക് വെറുപ്പ് തോന്നിക്കാണും. അയാൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ കാരണം നീ? കാതറിന് കരച്ചിൽ വന്നു. ഏയ് മമ്മ വിഷമിക്കേണ്ട, അത് മറന്നേക്ക്. നമ്മുടെ ഈ കൊച്ചു ലോകത്ത് നമ്മൾ മാത്രം മതി. ഇക്കാര്യം ചോദിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നത്. രുചിയോടെ ഭക്ഷണം കഴിക്കാനുമാണ്. മീൻകറി കൂട്ടി ചോറുണ്ടിട്ട് എത്ര കാലമായെന്നോ? കാതറിൻ മെല്ലെ എഴുന്നേറ്റു. മേരിയെ വിട്ട് ഇപ്പൊ തന്നെ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും മേടിപ്പിക്കാൻ മോനെ. അവർ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. മെർലിന്റെ ചിത്രത്തിലേക്ക് നോക്കി അശോക് ഒരു നിമിഷം ഇരുന്നു. മായുന്നൊരു മഴവില്ലാണ് അവൾ എന്നയാൾക്ക് തോന്നി. പെട്ടെന്ന് സ്വീറ്റി മുറിയിലേക്ക് കയറി വന്നു. അശോക് മാഗസിൻ മെല്ലെ അടച്ചു. എന്തായിരുന്നു മമ്മിയും മകനും അടച്ചിട്ട മുറിയിൽ ഒരു കോൺഫറൻസ്? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. ഒന്നുമില്ല, വാതിൽ അറിയാതെ അടിഞ്ഞു പോയെന്നേയുള്ളൂ. ഞാൻ ഇവിടെ വന്ന ശേഷം ശരിക്കൊന്ന് മിനിങ്ങിയിട്ടുണ്ട് അല്ലേ അശോക്? അവൾ ചോദിച്ചു. ഉവ്വോ, കണ്ടിട്ട് തോന്നുന്നില്ലേ? ഞാൻ ഇന്നലെ വെയിറ്റ് നോക്കി, 4 കിലോയാ കൂടിയേ. വടിവത്ത ശരീരമാണ് സ്വീറ്റിയുടേത്. ആർക്കും ഇഷ്ടം തോന്നുന്ന പെരുമാറ്റം. ജീവിതത്തെ വളരെയധികം സ്നേഹിക്കുന്നവളാണ് സ്വീറ്റി. കന്യാസ്ത്രീയുടെ കുപ്പായം ഊരിയെറിഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല. മേരിയെ ആന്റി മാർക്കറ്റിലേക്ക് ഓടിച്ചു മീൻ മേടിക്കാൻ. ഞാൻ പറഞ്ഞിട്ടാ, എരിവുള്ള കറികൾ അവിടെ കിട്ടില്ല. ഞാനും വരട്ടെ, നല്ല 1-ാം തരം കറികളുണ്ടാക്കി തരാം. എന്താ? അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കം മിന്നിയത് അയാൾ കണ്ടു. മമ്മ നിന്നെ വിട്ടിട്ട് വേണ്ടേ? അയാൾ ചോദിച്ചു. വിടില്ലേ? മമ്മിയുടെ വലങ്കയ്യല്ലേ നീ ഇവിടെ? എങ്ങോട്ടും വിടില്ല നിന്നെ. അവൾ ചിരിച്ചു. നിഗൂഢതകൾ നിറഞ്ഞ ചിരിയായിരുന്നു അത്. ഇന്ന് തിരിച്ചു പോവില്ലല്ലോ? അവൾ ചോദിച്ചു. ഇല്ല, നാളെയും ലീവാണ്. ഗുഡ്. എനിക്ക് സംസാരിക്കാനുണ്ട്. രാത്രിയാവട്ടെ, ഇപ്പോൾ എനിക്ക് പണിയുണ്ട്. സ്വീറ്റി പോയി.
അശോക് വീണ്ടും മാഗസിൻ തുറന്ന് മെർലിന്റെ ഫോട്ടോ എടുത്തു നോക്കി. അവളുടെ പുഞ്ചിരിയിൽ കണ്ണീരിന്റെ നനവ് പടരുന്നത് അയാൾ കണ്ടു. ബെല്ല് മുഴങ്ങിയപ്പോൾ ക്ലാസ് അവസാനിപ്പിച്ച് മെർലിൻ വരാന്തയിലേക്ക് ഇറങ്ങി. ഒരു തൃപ്തിയും തോന്നിയില്ല. സ്വയം ആസ്വദിച്ചാണ് മുമ്പ് ഇംഗ്ലീഷ് കവിതകൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. ഇന്ന് എല്ലാം യാന്ത്രികമായിരുന്നു. കുട്ടികൾക്കത് മനസ്സിലായി കാണും. പക്ഷെ അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ. സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ വരാന്തയുടെ അറ്റത്ത് നിന്ന് ഫാദർ ഇമ്മാനുവൽ ചുറുചുറുക്കോടെ നടന്നു വരുന്നുണ്ടായിരുന്നു. നടപ്പിന്റെ വേഗതയിൽ അദ്ദേഹത്തിന്റെ ലോഹ ഇടകി പറിക്കുന്നുണ്ടായിരുന്നു. മെർലിനെ കണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വേഗം കുറഞ്ഞു. അടുത്തു വന്നപ്പോൾ പെട്ടെന്ന് നിന്നു. മെർലിൻ? അവൾ മുഖമുയർത്തി അദ്ദേഹത്തെ നോക്കി. വിഷാദഭരിതമായിരുന്നു അവളുടെ വലിയ കണ്ണുകൾ. നീ ഒരുപാട് മാറിപ്പോയല്ലോ മെർലിൻ. നിന്റെ സ്മാർട്ട്നെസ് എവിടെ പോയി? ദുഃഖമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. അവൾ ഒന്നും മിണ്ടിയില്ല. നാട്ടിൽ ചെന്നിട്ട് അശോക് ഇതുവരെ വിളിച്ചില്ല. സമയം കിട്ടിക്കാണില്ല. അല്ലെങ്കിൽ മമ്മിയോട് സംസാരിക്കാൻ അവസരമുണ്ടായിക്കാണില്ല. എന്തായാലും അയാൾ വിളിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. വിളിച്ചിട്ട് എന്ത് ചെയ്യാനാ ഫാദർ? നമുക്ക് സത്യാവസ്ഥ അറിയാമല്ലോ. അശോകിന്റെ മമ്മ തെറ്റുകാരിയാണെങ്കിൽ തന്നെ അയാൾ എന്ത് പിഴച്ചു? നീ അശോകിനെ വെറുക്കരുത്. വെറുപ്പല്ല ഫാദർ, എനിക്ക് ഭയമാണ്. എന്റെ മമ്മിയുടെ കൊലപാതകിയുടെ മകനെ എനിക്കിഷ്ടപ്പെടാൻ പറ്റുമോ? ഫാദർ ഇമ്മാനുവലിന് മറുപടിയില്ലായിരുന്നു. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് പോയി കിട്ടി അല്ലേ? ഒരു നിമിഷം കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു. അതെ, ഒരു മധുര സ്വപ്നം പോലെ തുടങ്ങിയിട്ട് ഒരു കാളരാത്രി പോലെ അവസാനിച്ച ഫ്രണ്ട്ഷിപ്പ്. എന്തായാലും അശോക് തിരിച്ചു വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം കാളരാത്രിയാകുമോ എന്ന്. അശോക് ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നാട്ടിൽ ഇനി ജീവിക്കാനേ പറ്റുന്നില്ല അയാൾക്ക്. ഞാനും പപ്പയും ഇവിടെ ഉള്ളിടത്തോളം കാലം. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. വൈകാതെ ഞാൻ ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്. അപ്പോൾ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ ചെന്ന് പഴയ ആ കേസിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം, അദ്ദേഹം പറഞ്ഞു. വേണോ ഫാദർ? വേണം. സത്യം എന്തായിരുന്നു എന്നറിയണമല്ലോ. അശോക് വരികയോ വരാതിരിക്കട്ടെ ചെയ്യട്ടെ. ബാംഗ്ലൂരിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്, ഫാദർ ഇഗ്നേഷ്യസ്. അദ്ദേഹത്തിന് അവിടെ നല്ല പിടിപാടുണ്ട്. അദ്ദേഹം എന്നെ സഹായിക്കും. മെർലിൻ ഒന്നും വേണ്ടിയില്ല. അശോകിന് നിന്നെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ മെർലിൻ? ഫാദർ ചോദിച്ചു. മറുപടി പറയാതെ അവൾ മുഖം കുനിച്ചു. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ ഒപ്പം നിർത്തേണ്ടത്. അത് മറക്കരുത് നീ. പൊയ്ക്കോളൂ. അവൾ സ്റ്റാഫ് റൂമിലേക്ക് മെല്ലെ നടന്നു. അന്ന് സ്കൂൾ വിട്ടപ്പോൾ പീറ്റേഴ്സ് പോയിന്റിൽ ഇറങ്ങാതെ അവൾ നേരെ പെരുവിങ്കളിലേക്ക് കാറോടിച്ചു പോയി. ഹെയർപിൻ വളവുകളും താഴ്വാരങ്ങളും നീലിമലകളും അവൾ കണ്ടില്ല. വളഞ്ഞു ചുറ്റിപ്പോകുന്ന കറുത്ത പാത മാത്രമേ അവളുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അവൾ ചെന്നപ്പോൾ രോമക്കുപ്പായം ധരിച്ച് പെരുവിങ്കളിന്റെ സിറ്റൌട്ടിൽ ലോറൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു. തണുപ്പടിക്കാനാണോ വെളിയിൽ ഇറങ്ങി ഇങ്ങനെ ഇരിക്കുന്നത്? അവൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ശാസിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖം തോന്നുന്നു മോളെ. തണുപ്പ് വീണ് തുടങ്ങിയില്ലല്ലോ ഇതുവരെ. ചായ ഉണ്ടാക്കട്ടെ? അവൾ ചോദിച്ചു. നല്ല വിശപ്പും തോന്നുന്നുണ്ട്. മെർലിൻ കിച്ചണിലേക്ക് ചെന്ന് ചായയുണ്ടാക്കാൻ സ്റ്റൗവിൽ വെള്ളം എടുത്തു വെച്ചു. 4 കഷ്ണം ബ്രെഡും 2 മുട്ടയും എടുത്ത് ടോസ്റ്റ് ഉണ്ടാക്കി. പപ്പയ്ക്ക് കേക്ക് വലിയ ഇഷ്ടമാണ്. 2 കഷ്ണം പ്ലം കേക്കും അവൾ പ്ലേറ്റിൽ എടുത്തു വെച്ചു. ഡൈനിങ് റൂമിലിരുന്നാണ് അവർ ചായ കഴിച്ചത്. അശോകിനെ പിന്നെ വിളിച്ചോ നീ? പൊടുന്നനെ ലോറൻസ് ഒന്ന് ചോദിച്ചു. അവളുടെ മുഖം ഒന്ന് വിളറി. ഇല്ല. ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ, ഞാൻ സംസാരിക്കാം. വേണ്ട പപ്പ. അതെന്താ? അത് നടക്കില്ല. മനസ്സിലാകാത്ത മട്ടിൽ ലോറൻസ് അവളെ മിഴിച്ചു നോക്കി. വാട്ട് ആർ യു സേയിങ്? ഐ ജസ്റ്റ് ക്യാൻ മാരി ഹിം. കൂടുതലൊന്നും പപ്പ എന്നോട് ചോദിക്കരുത്. ലോറൻസ് ഒന്ന് പുഞ്ചിരിച്ചു. എനിക്ക് കാര്യം മനസ്സിലായി മോളെ. എന്താണ്? നിങ്ങൾ തമ്മിൽ സൗന്ദര്യപ്പിണക്കമുണ്ടായി. എല്ലാ സ്നേഹത്തിലും അതുണ്ടാകാറുണ്ട്. ഉണ്ടാകണം. അത് സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. അല്ല പപ്പ, ഐ ആം സീരിയസ്. ഇനി അശോകിന്റെ കാര്യം പപ്പ എന്നോട് പറയരുത്. ലോറൻസ് ശബ്ദിക്കാനാവാതെ ഇരുന്നു. മെർലിൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അല്പനേരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഡൈനിങ് റൂമിൽ പപ്പ ഉണ്ടായിരുന്നില്ല. ചായ പകുതി മാത്രമേ കുടിച്ചിരുന്നുള്ളൂ. ബ്രെഡ് ടോസ്റ്റ് തൊട്ടിട്ടില്ല. 1 കഷ്ണം കേക്ക് ബാക്കിയിരിക്കുന്നു. അവൾക്ക് ദുഃഖം തോന്നി. പക്ഷേ പപ്പയോടെല്ലാം തുറന്നു പറയാൻ പറ്റില്ലല്ലോ. പപ്പ അശോകിനെ ശത്രുവിനെ പോലെ കാണും. ചിലപ്പോൾ നേരിട്ട് ചെന്ന് എന്തെങ്കിലുമൊക്കെ അസുഖകരമായ കാര്യങ്ങൾ പറഞ്ഞെന്ന് വരും. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അവൾ പ്ലേറ്റുകളും കപ്പുകളും കഴുകി തുടച്ചു വെച്ചു. അപ്പോഴാണ് ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത്. വാതിലിനടുത്ത് ചെന്ന് കർട്ടൻ അല്പം മാറ്റി നോക്കിയപ്പോൾ ചാൾസ് ലീറോയ് അകത്തേക്ക് കയറി വരികയാണ്. റോഡിൽ കാറിട്ടിരിക്കുന്നു. ജീൻസും ടീഷർട്ടുമാണ് അയാളുടെ വേഷം. അയാൾ കാണാൻ
അല്പം കൂടി ചെറുപ്പമായിരുന്നു ആ ഡ്രസ്സിൽ. മെർലിൻ വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ഗുഡ് ഈവനിങ് മെർലിൻ. അവളെ കണ്ട് അയാൾ പറഞ്ഞു. ഗുഡ് ഈവനിങ്. ശല്യപ്പെടുത്താൻ വന്നതല്ല ഞാൻ. പ്ലീസ് കം. അവൾ അയാളെ ക്ഷണിച്ചു. അത്ഭുതം തോന്നിയ അയാൾക്ക് ഷൂ അഴിച്ചു വെച്ചിട്ട് അയാൾ അവളുടെ പിന്നാലെ ഡ്രോയിങ് റൂമിലേക്ക് കയറി. ഇരിക്കൂ, അവൾ പറഞ്ഞു. അയാൾ ഡബിൾ സെറ്റിയുടെ ഒരറ്റത്തിരുന്നു. തുറന്ന വാതിലിലൂടെ തണുപ്പ് കയറി വരുന്നുണ്ടായിരുന്നു. ഞാൻ തുറന്നു പറയട്ടെ, മെർലിന്റെ ഫൈനൽ ആൻസർ അറിയാനാണ് ഞാനിപ്പോൾ വന്നത്. യെസ് ഓർ നോ, വിൽ യു ബി മൈ വൈഫ്? എന്റെ ഭാര്യയാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചാൾസ് ലീറോയ് മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചിരിക്കുന്നു. ഫാദർ ഇമ്മാനുവൽ പറഞ്ഞ ഒരു വാക്യമാണ് മെർലിന് അപ്പോൾ ഓർമ്മ വന്നത്. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ ഒപ്പം നിർത്തേണ്ടത്. മെർലിൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരുന്നു.